നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സ്വധർമ്മം അനുഷ്ഠിക്കാനും ആത്മവികാസം നേടാനും പരോപകാരത്തിന് പ്രയോജനകരമാകാനും ഒക്കെ വേണ്ടി ക്ലേശങ്ങൾ സഹിക്കാൻ തയ്യാറാകുന്നവനെ യഥാർത്ഥത്തിൽ മനുഷ്യനെന്ന പേരിന് അർഹനാകൂ. മനുഷ്യൻ്റെ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ മനഃപൂർവമായ ക്ലേശസഹനം കാണാം. നമ്മുടെ ആർഷഭാരതത്തിൽ തപസ്സിൻ്റെ മഹത്വം അടിവരയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തപസ് എന്നാൽ ജഡാവൽക്കലധാരിയായി വനവാസം ചെയ്യൽ എന്നല്ല അർത്ഥം. എന്താണ് തപസ് എന്ന് ഭഗവത്ഗീത 17-ാം അധ്യായത്തിലെ 14, 15, 16 ശ്ലോകങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ദേവന്മാർ, വേദജ്ഞർ, ഗുരുക്കന്മാർ, ജ്ഞാനികൾ തുടങ്ങിയവരെ പൂജിക്കൽ, ശുചിത്വം, ആർജവം, ബ്രഹ്മചര്യം, അഹിംസ എന്നിവയാണ് ശാരീരിക തപസ്. സത്യവും പ്രിയവും ഹിതവുമായ വാക്കുകൾ മാത്രം പറയൽ, ആധ്യാത്മിക ഗ്രന്ഥപാരായണം ഇവയാണ് വാചിക തപസ്. മനപ്രസാദം, സൗമ്യത, മനനം, ആത്മനിയന്ത്രണം, ഭാവശുദ്ധി എന്നിവയാണ് മാനസിക തപസ്. ഈ പറഞ്ഞതെല്ലാം മനുഷ്യത്വത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. രാഹുഗ്രസ്തദിവാകരേന്ദു സദൃശോ മായാസമാച്ഛാദനാത് സന്മാത്ര കരണോപസംഹരണതോ യോ ഭൂത്സുഷുപ്തഃ പുമാൻ പ്രാഗസ്വാപ്സമിതി പ്രബോധസമയേ യ പ്രത്യഭിജ്ഞായതേ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. അജ്ഞാന നിദ്രയെ സാധാരണ നിദ്രയുമായി ബന്ധിപ്പിക്കുന്നു. കരണങ്ങളുടെ ഉപസംഹരണമാണ് നിദ്ര. നിരന്തരം വ്യാപരിക്കുന്ന സമയത്ത് ആർക്കും ഒന്ന് വിശ്രമിക്കണമെന്ന് തോന്നും. അങ്ങനെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എല്ലാം തന്നെ പതുക്കെ വിശ്രമിക്കാൻ പോകുന്നു. എന്നാൽ അന്ധകരണം വിശ്രമിക്കുന്നുമില്ല. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ ഈ ഭാഗമാണ് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം
അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ 6-ാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കുന്നത്. രാഹുവാൽ ഗ്രസിക്കപ്പെട്ട സൂര്യനും ചന്ദ്രനും സദൃശമായിട്ട് തുല്യമായിട്ട് മായയാൽ സമാച്ഛാദനം ചെയ്യപ്പെടുന്നത് കൊണ്ട്, എന്ന് വെച്ചാൽ മായയുടെ ആവരണശക്തിയാൽ മൂടപ്പെടുന്നത് കൊണ്ട് സന്മാത്രൻ മറയുന്നു. അപ്പോൾ രാഹു സൂര്യനെ ഗ്രസിച്ചാൽ അഥവാ ചന്ദ്രനെ ഗ്രസിച്ചാൽ സൂര്യനോ ചന്ദ്രനോ ഇല്ലാതാകുന്നില്ല. മറിച്ച് സൂര്യപ്രഭാവം ചന്ദ്രപ്രഭാവം തത്കാലത്തേക്ക് തിരോഭവിക്കുന്നു. ആർക്ക് ഗ്രഹണം ദൃശ്യമാണോ അവരെ സംബന്ധിച്ച് സൂര്യൻ ചന്ദ്രൻ തിരോഭവിക്കുന്നു. ഇതുതന്നെയാണ്. ഇതുപോലെ മായയുടെ ആവരണശക്തിയാൽ മറയ്ക്കപ്പെടുമ്പോൾ സന്മാത്രം പ്രകാശിതമല്ലാതെ തിരോഭവിക്കുന്നു. ഇത് അവിദ്യാദശയിലുള്ളതാണ്. ഇത് ജാഗ്രതാവസ്ഥയിൽ തന്നെ ഉള്ള വിഷയമാണ്. അതുകൊണ്ട് അജ്ഞാനിയുടെ ജാഗ്രതും നിദ്രയാണ്. അജ്ഞാനിയുടെ ജാഗ്രതും നിദ്രയാണ്. എന്തുകൊണ്ട്? അവിദ്യയുടെ ആവരണത്താൽ സ്വരൂപം മറയ്ക്കപ്പെട്ടതുകൊണ്ട്. അതിന് നിദ്രയുമായി ബന്ധിപ്പിക്കുകയാണ്. കരണോപസംഹരണതഃ യഹ പുമാൻ സുഷുപ്തഃ അഭൂത്. കരണങ്ങളുടെ ഉപസംഹാരം കൊണ്ട് യാതൊരു മനുഷ്യൻ സുഷുപ്തനാകുന്നുവോ അങ്ങനെ സുഷുപ്തനായ ആൾക്ക് പിന്നീട് പ്രാഗസ്വാപ്സം, നേരത്തെ ഞാൻ ഉറങ്ങുകയായിരുന്നു, ഇതി എന്നിപ്രകാരം പ്രബോധസമയേ, ഉണരുന്ന സമയത്ത് പ്രത്യഭിജ്ഞായതേ, പ്രത്യഭിജ്ഞാനമുണ്ടാകുന്നു, തിരിച്ചറിവുണ്ടാകുന്നു. ഇവിടെ ആദ്യം പറയുന്നത് മായയുടെ ആവരണശക്തിയാൽ മറയ്ക്കപ്പെട്ട സന്മാത്രത്തോടു കൂടിയ അവസ്ഥയാണ്. രണ്ടാമത് പറയുന്നത് നിദ്രാവസ്ഥയാണ്. നിദ്രാവസ്ഥയിൽ കരണങ്ങളുടെ ഉപസംഹാരമാണ് നടക്കുന്നത്. ജാഗ്രത്തിൽ വിവിധ ദിശകളിൽ വ്യാപരിച്ചിരുന്ന കരണങ്ങൾ ഒന്നൊന്നായി വിശ്രമിക്കാൻ പോകുന്നു. കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, സ്വാഭാവികമായി ശരീരത്തിലെ മറ്റവയവങ്ങൾ വിശ്രമിക്കാൻ പോകുമ്പോൾ അവ പതുക്കെ പതുക്കെ ഉപസംഹരിക്കുമ്പോൾ നമ്മൾ നിദ്രാലുവാകുന്നു. അങ്ങനെ നിദ്രാവസ്ഥയിൽ തന്നെ രണ്ടവസ്ഥകൾ കാണാം. ഒന്ന് സ്വപ്നം, രണ്ട് സുഷുപ്തി. നിദ്രയിൽ തന്നെ രണ്ടവസ്ഥകൾ. ഇപ്പോൾ കരണങ്ങളെല്ലാം ഉപസംഹരിക്കപ്പെട്ടപ്പോൾ അന്ധക്കരണം ഒട്ട് ഉപസംഹരിക്കപ്പെട്ടിട്ടുമില്ല. ആ അവസ്ഥയിൽ ജാഗ്രത്തിലെ സംസ്കാരമനുസരിച്ച് അന്ധക്കരണത്തിലുണ്ടാകുന്ന വിഷയയുക്തമായ വൃത്തിയാണ് സ്വപ്നം. അപ്പോൾ സ്വപ്നത്തിൽ കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, മണക്കുന്നു, സ്പർശിക്കുന്നു. എന്തെല്ലാം ജാഗ്രത്തിൽ വൃത്തികളുണ്ടോ അതിൻ്റെ മുഴുവൻ അനുവൃത്തി ഉണ്ടാകുന്നു. അനന്തരം അന്തഃക്കരണവും വിശ്രാമസ്ഥിതിയിലേക്ക് പോകുമ്പോൾ, മനസ്സ്, ബുദ്ധി എന്നിവ വിശ്രാമസ്ഥിതിയിലേക്ക് പോകുമ്പോൾ അത് സുഷുപ്തിയായി, ഗാഠനിദ്ര. ഇപ്പം എല്ലാ ഉപാധികളും ഉപസംഹരിക്കപ്പെട്ടു, എല്ലാ കരണങ്ങളും. അത് കഴിഞ്ഞ് വീണ്ടും ജാഗ്രതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ ജാഗ്രതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ പ്രബോധ സമയത്തിൽ അവന് ബോധം വരുന്നു, പ്രാഗസ്വാപ്സം, നേരത്തെ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് പ്രത്യഭിജ്ഞാനമുണ്ടാകുന്നു, തിരിച്ചറിവുണ്ടാകുന്നു. അതോടുകൂടി പൂർണ്ണമായി തൻ്റെ കരണങ്ങളെല്ലാം വ്യാപരിക്കുന്നു, കരണങ്ങളെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് താൻ നിലകൊള്ളുന്നു, എല്ലാ വ്യാപാരങ്ങളും സാധാരണ പോലെയാകുന്നു. ഇവിടെ ഈ രണ്ട് വിഷയങ്ങളെയും ചേർത്ത് ചിന്തിക്കുക.
ജാഗ്രത അവസ്ഥയിൽ ഇരിക്കെ തന്നെ അവിദ്വാനായിരിക്കുന്ന അജ്ഞാനിയായിരിക്കുന്ന മനുഷ്യൻ രാഹുവാൽ ഗ്രസിക്കപ്പെട്ട സൂര്യനും ചന്ദ്രനും തുല്യം ആത്മപ്രകാശം തിരോഭവിച്ചവനായി, ആത്മബോധം തിരോഭവിച്ചവനായി. ഇവിടെ ആത്മബോധം തിരോഭവിക്കുക എന്ന് പറയുമ്പോൾ തീർത്തും തിരോഭവിക്കുന്നു എന്നർത്ഥമില്ല. ഗ്രഹണ സമയത്ത് സൂര്യനെ നമ്മൾ കാണുന്നില്ല, ചന്ദ്രനെ നമ്മൾ കാണുന്നില്ല എങ്കിൽ പോലും ചന്ദ്രബിംബത്തിൻ്റെ സൂര്യബിംബത്തിൻ്റെ ദർശനം പൂർണ്ണമായിട്ടുണ്ടാകുന്നില്ലെങ്കിലും അവിടെ രാഹുവാൽ ഗ്രസിക്കപ്പെട്ട ചന്ദ്രനെ നമ്മൾ കാണുന്നുണ്ട്, അഥവാ സൂര്യനെ കാണുന്നുണ്ട്. അതിനുള്ള വെളിച്ചം എവിടുന്ന് കിട്ടി? അതിനുള്ള വെളിച്ചം സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും തന്നെയാണ് വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഇതേപോലെ ആത്മബോധം തീർത്തും തിരസ്കരിക്കപ്പെടുന്നില്ല ഒരവസ്ഥയിലും. ഏതൊരജ്ഞാന ദശയിലും അഥവാ ആവൃതമായ ദശയിലും തീർത്തും ആവൃതമായിരിക്കുമ്പോഴും പൂർണ്ണമായി തിരോഭവിക്കുന്നില്ല. ഞാനുണ്ട് എന്നുള്ളത് എപ്പോഴും ഉണ്ട്. പക്ഷേ ആവരണത്തിൻ്റെ ഫലമായിട്ട് പല വിക്ഷേപങ്ങളോടും കൂടി ചേർന്ന് ഞാൻ ഇന്ന പോലെയുണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ഇതാണ് സത്യം. അപ്പോൾ ഈയൊരു ആത്മചൈതന്യം തിരോഭവിച്ച അവസ്ഥയിൽ അഥവാ ആവൃതമായ അവസ്ഥയിൽ അജ്ഞാനദശയിൽ കഴിഞ്ഞ ആൾ പിന്നെ ശരിയായ ജ്ഞാനപ്രബോധത്തിൽ പ്രബോധസമയെ പ്രത്യഭിജ്ഞായതേ, ഏതുപോലെ ഉറങ്ങിയയാൾ ഉണർന്നപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് പ്രത്യഭിജ്ഞാനമുണ്ടാകുന്നത് പോലെ ഈ ഒരു ആത്മബോധം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അങ്ങനെയുള്ള ആ ആത്മബോധത്തെ പ്രദാനം ചെയ്യുന്നവനായ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരമെന്ന് നല്ലപോലെ വിചാരം ചെയ്യുക. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. അവർണ്ണനീയമായ അനവധി പ്രത്യേകതകളോടുകൂടിയാണ് ഭഗവാൻ അവതരിച്ചത്. 4 കൈകളോടെ ശ്രീവത്സധാരിയായ ഭഗവാന്റെ പൂർണ്ണരൂപം ദർശിക്കാനുള്ള ഭാഗ്യം വസുദേവർക്കുണ്ടായി. സർവ്വദുഃഖങ്ങളുടെയും തടവിലാകുന്നവർക്ക് മുന്നിൽ ഭഗവാൻ എത്തും. ഈ സന്ദർഭമാണ് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ വിവരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഇനി ശ്രീകൃഷ്ണ അവതാരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ദശമസ്കന്ധത്തിലെ ഒരു ശ്ലോകമാണ്. നിശീധേ തമ ഉത്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയഃ ആവിരാസീതതാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കലഃ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയുകയാണ് തമഹ. തമസ്സെന്ന് പറഞ്ഞാൽ ഇരുട്ട്. നമ്മളെല്ലാം ഒരു ഇരുട്ടത്താണ് ഇരിക്കുന്നത്. കണ്ണുണ്ടെങ്കിലും കാണാൻ പറ്റുന്നില്ല ശരിയായതിനെ, ചെവിയുണ്ടെങ്കിലും ശരിയായതിനെ കേൾക്കുന്നില്ല. ഇങ്ങനെ ഇന്ദ്രിയങ്ങളെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇരുട്ടിൽ തന്നെയാണ്. അങ്ങനെയുള്ള ഇരുട്ടല്ല ഇവിടെ. പിന്നെന്താ? ഇവിടെ തമഹ, പ്രകൃതിയുടെ ഇരുട്ട്. ഉത്ഭൂതേ, ഉത്ഭവിച്ചിരിക്കുന്നു. പ്രകൃതി സന്ധ്യ കഴിഞ്ഞു, ഇരുട്ട് പ്രവേശിച്ചു തുടങ്ങി. എല്ലായിടത്തും ചെറിയ ചെറിയ വെളിച്ചങ്ങൾ തുടങ്ങി. കംസാദികൾ ആകപ്പാടൊരു വല്ലാത്ത അവസ്ഥയിലാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേവകിയെ കാണുന്ന മാത്രമേ തന്നെ നിൻ്റെ ഉദരത്തിൽ വളരുന്ന അടുത്ത ശിശുവാണ് എൻ്റെ ഘാതകൻ എന്നുള്ള ഒരു മനസ്സിലൊരു വലിയ ദുഃഖം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതേ ദേഷ്യം തന്നെ സ്വന്തം സഹോദരിയോടുണ്ട്. കംസാദികളിൽ വട്ടം കൂടിയിരുന്ന ആലോചനയാണ്. നേരെ വിരുട്ടിത്തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ജാഗരൂകരാകണം. എപ്പോഴാണ് ആ കുഞ്ഞ് പൂജാതനാകുന്നത് അപ്പോൾ തന്നെ നിഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം. ഇടയ്ക്ക് കംസനിരുന്നിങ്ങനെ ഉറക്കത്തിലെന്നവണ്ണം ഇരുന്ന് ആലോചിക്കും, അങ്ങ് ദേവകിയെ തന്നെ അങ്ങ് ഇല്ലാണ്ടാക്കിയാലോ എന്ന് വിചാരിക്കും. പിന്നെ വിചാരിക്കും, അങ്ങനെ ദുർബലയായ ഒരു സ്ത്രീയെ കൊന്നു എന്നുള്ളൊരു പേര് 10 ആനയുടെ ശക്തിയുള്ള എനിക്ക് കേൾക്കണോ
എന്നാണ്. 10 ആനയുടെ ശക്തിയാണ് ഇദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അത്രയും ശക്തിയുള്ള ഞാൻ ഇങ്ങനെ ഒരു സ്ത്രീയെ കൊന്നു, ഒരു ദുർബലയായ സ്ത്രീയെ കൊന്നു എന്നുള്ള പേരുദോഷം കേൾക്കണമെന്ന് ആലോചിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇതൊന്നും തനിക്ക് വേണ്ട, ആ സ്ത്രീയെ കൊല്ലേണ്ട കാര്യമില്ല, പുത്രനെ എത്രയും പെട്ടെന്ന് ലഭിച്ചാൽ അത്രയും പെട്ടെന്ന് കൊന്ന് ശാന്തനായിട്ട് എനിക്ക് ജീവിക്കാം. എൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന, ഇത്രയും കാലം ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ വിഷമം, അല്ലെങ്കിൽ കർമ്മം ചെയ്യുമ്പോഴും എപ്പോഴും ക്രോധം ശക്തി പ്രാപിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അശരീരി വാക്യമാണ്. എന്നെ നിഗ്രഹിക്കുന്ന ആൾ 8ാമത്തെ പുത്രനായിട്ട് ജനിക്കുമെന്നുള്ളതാണ്. ആ പുത്രൻ ഭഗവാന്റെ അവതാരമാണെന്നും കൂടെ കേട്ടു മഹർഷിയാൽ. അതുകൊണ്ട് തന്നെ അവനെ നിഗ്രഹിക്കുക, അല്ലാണ്ട് എനിക്ക് സ്വസ്ഥതയുണ്ടാകില്ല, ഉറക്കം വരില്ല. അതുകൊണ്ട് ഇരുട്ട് ഉത്ഭൂതേ, ഈ ഇരുട്ടിനെ ആരാ ഭയക്കുന്നത്? കംസൻ മാത്രമേ ഭയക്കുന്നുള്ളൂ. അപ്സരസുകൾ ഭയക്കുന്നില്ല, ഗന്ധർവന്മാർ ഭയക്കുന്നില്ല, പക്ഷിമൃഗാദികളൊന്നും ഭയക്കുന്നില്ല. എന്താ? അവർക്കൊക്കെ ആനന്ദമാണ്, അവർക്കൊക്കെ അത്യാനന്ദം നൽകുന്ന ഇരുട്ടാണിത്, ഭഗവാന്റെ അവതാര സമയത്തുള്ള ഇരുട്ട്. ഈ ഇരുട്ടിനെ ഭയക്കുന്ന ആരാ? ദുഷ്ടന്മാരായിട്ടുള്ള ജനങ്ങളാണ്. അപ്പോൾ ഭഗവാനെ ഭയക്കുന്നത് ആരാണ്? ദുഷ്ടന്മാർ മാത്രമാണ്. തമഹ ഇരുട്ട്, ഉത്ഭവതേ ഉത്ഭവിച്ചിരിക്കുന്ന, നിശീതേ അർദ്ധരാത്രി സമയത്ത്, അർദ്ധരാത്രിയായി, ഉരുട്ട് വളരെ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഈ സമയത്തിൽ ദേവരൂപിണ്യാം, ദേവസ്വരൂപിണിയായിരിക്കുന്ന, ദേവന്മാർക്കെല്ലാം അത്യധികം ആനന്ദം നൽകുന്ന, ദേവകിയെ ഒരു മാത്രമേ കണ്ടാൽ മതി, അത്യധികം ആനന്ദം നൽകിയിരിക്കുന്ന ദേവക്യാം, ദേവകിയിൽ, ജനാർദ്ദനൻ ജായമാനെ ജനിക്കുന്ന സമയത്തിൽ, സർവഗുഹാശയ, സകല ഗുഹകളിലും വ്യാപിച്ചും പുഷ്കലഹ, പരിപൂർണനായിരിക്കുന്ന, എല്ലാ ഹൃദയങ്ങളിലും വ്യാപിച്ച് പരിപൂർണനായിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ് വിഷ്ണു. അങ്ങനെയുള്ള വിഷ്ണു ഭഗവാൻ, പൂർണ്ണനുമായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ, ഇന്ദുഹു ചന്ദ്രൻ, പ്രാച്യാം ദിശി യഥ, കിഴക്ക് ദിക്കിലെന്ന പോലെ, എപ്രകാരമാണോ മനസ്സിന് ആഹ്ലാദകത്വം നൽകുന്ന ചന്ദ്രഭഗവാന്റെ ഉദയം, അതുപോലെ കിഴക്ക് ദിക്കിൽ ഉദയം എന്ന പോലെ ആവിരാസീത്, ഭഗവാൻ ആവിർഭവിച്ചു. ദേവകിയുടെ ഗർഭത്തിൽ ആരാവിർഭവിച്ചു? ഭഗവാൻ ആവിർഭവിച്ചു. എങ്ങനെയാണ്? ഇരുട്ട് ഉത്ഭവിക്കുന്ന സമയത്ത്, അർദ്ധരാത്രി സമയത്താണ് ഈ ദേവരൂപിണിയായിരിക്കുന്ന ദേവകിയിൽ ഭഗവാനെ, വിഷ്ണു സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ് ആവിർഭവിക്കുന്നതെന്ന് ആശയം. എല്ലാ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്ന, എല്ലാ വസ്തുക്കളിലും ഭഗവാനെ നിലനിൽക്കുന്ന ആ ഭഗവാൻ എന്താണ്? ഇവിടെ ദേവകിയുടെ ഉദരത്തിൽ ജനിച്ചു എന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമാക്കി തരുന്നത്. അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഭഗവാന്റെ ആവിർഭാവം. അതിൻ്റെ അർത്ഥം ഞങ്ങൾ ചിന്തിച്ചെടുത്തോണം. അന്ധകാരത്തെ ഇല്ലാതാക്കുകയാണ് ഏറ്റവും വലിയ പ്രധാനം. മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അന്ധകാരം ഏറ്റവും പ്രധാനമാണ്. എന്തെല്ലാം കാര്യങ്ങൾ നല്ലവണ്ണം ചിന്തിച്ചാലോചിച്ച് പ്രവർത്തിക്കേണ്ടടുത്ത് മനസ്സതേപോലെ പ്രവർത്തിക്കാതെ വളരെയധികം നമ്മളെ എന്തെല്ലാം വിഷയങ്ങളിലേക്ക് കൊണ്ടുപോയി നമ്മളെ തന്നെ പ്രലോഭിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു, ഒരാൾ അയാളുടെ ഭാര്യയെ വെട്ടിക്കൊന്നു എന്നുള്ള കാഴ്ച. അതിലല്ലായിരുന്നു. തിരിച്ചയാളെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ, അന്വേഷണ ഉദ്യോഗസ്ഥർ കൊണ്ടുവരുന്ന സമയത്ത് ആ വീടിൻ്റെ ഉമ്മറത്ത് വന്നിട്ട് അയാൾ പൊട്ടിക്കരയുന്നു, ചെയ്തു പോയ പ്രവൃത്തിയെക്കുറിച്ചുള്ള പശ്ചാത്താപം. അപ്പോൾ ഇങ്ങനെ മനുഷ്യനൊരു വികാരജീവിയായി, വികാരത്തിനടിമയായി, അവനിൽ അന്ധകാരം കൂടിയപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണെന്ന് അവൻ അറിയാതെ പിന്നെ പശ്ചാത്തപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പശ്ചാത്താപം നല്ലതാണെങ്കിലും പശ്ചാത്താപം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോകാണ്ടിരിക്കുന്നതാണ് അത്യുത്തമം. അതാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അന്ധകാരത്തിലാണ്, ഇരുട്ടിൻ്റെ അർദ്ധരാത്രിയിലാണ് ഭഗവാന്റെ ജനനം എന്നുള്ളതാണ്. സകലയിടത്തും വ്യാപിച്ച് നിൽക്കുന്ന വിഷ്ണു ഭഗവാൻ ദേവകിയുടെ ഉദരത്തിൽ വന്നു ആവിർഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ മഹത്വത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ ജീവിതത്തിലെ മോഹാന്ധകാരത്തിൽപ്പെട്ട് കിടക്കുന്ന മനുഷ്യ സമൂഹത്തെ ഉണർത്താൻ, ഈ അന്ധകാരത്തെ ഇല്ലാതാക്കുവാൻ, മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ സംശുദ്ധത കൈവരിക്കുവാൻ, മനുഷ്യത്വത്തോടുകൂടി ജീവിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് അന്ധകാരത്തെ ഇല്ലാതാക്കുക എന്നുള്ളത്. ഭഗവത് അവതാര സമയമായ പുണ്യസുദിനം
അന്ധകാരമില്ലാത്ത മനുഷ്യ മനസ്സുകളെ സൃഷ്ടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അന്ധകാരമില്ലാതാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.